ഒരു ദിവസം കാർലോസ് എന്ന യുവ സൈനികൻ കടുത്ത വയറുവേദനയോടും അസാധാരണമായി വീർത്ത വയറുമായി ആശുപത്രിയിലെത്തി. അവൻ്റെ വയർ ഒരു ഗർഭിണിയുടെ അവസാന മാസങ്ങളിലേതുപോലെ വലുതായിരുന്നു. ഡോക്ടർ ഫിലിപ്പ് ഞെട്ടലോടെ അവൻ്റെ അടുത്തേക്ക് ഓടി. ഉടൻ സ്ട്രെക്ചർ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. കാർലോസിൻ്റെ വയറിൽ കൈവച്ചപ്പോൾ ഉള്ളിലെന്തോ ചലിക്കുന്നത് പോലെ തോന്നി, ഒരു കുഞ്ഞ് ചവിട്ടുന്നത് പോലെ. ഇത് ഡോക്ടറെ ആശയക്കുഴപ്പത്തിലാക്കി. കാരണം പുരുഷന്മാർക്ക് ഗർഭിണിയാകാൻ കഴിയില്ലല്ലോ. കാർലോസിനോടൊപ്പം ഉണ്ടായിരുന്ന അവൻ്റെ സുഹൃത്ത് ഫാബിയൻ ഡോക്ടറോട് പറഞ്ഞു, 8 മാസം മുൻപ് കാർലോസിൻ്റെ വയർ വീർക്കാൻ തുടങ്ങി. അവനത് സാധാരണ വീക്കമാണെന്ന് കരുതി. ഇപ്പോൾ വേദന സഹിക്കാൻ കഴിയാത്തതിനാൽ ഞാൻ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നു. കാർലോസ് വേദനയാൽ പുളഞ്ഞു. ഫാബിയൻ ഭയന്ന് വിറച്ചു. ഡോക്ടർ ഫിലിപ്പ് കാർലോസിനെ പരിശോധനാ മുറിയിലേക്ക് മാറ്റി. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ എല്ലാവരും ഞെട്ടി. കാർലോസിൻ്റെ വയറ്റിൽ ഇരട്ട കുഞ്ഞുങ്ങൾ. ഫാബിയന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാർലോസ് വേദനയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിഷേധിച്ചു. പെട്ടെന്ന് കാർലോസിൻ്റെ ശരീരത്തിൽ നിന്ന് ചൂടുള്ള ദ്രാവകം പുറത്തേക്കൊഴുകി. പ്രസവ സമയം അടുത്തിരുന്നു. ഡോക്ടർ ഉടൻ കാർലോസിനെ ശസ്ത്രക്രിയാ മുറിയിലേക്ക് മാറ്റി. കാർലോസ് വേദനയിൽ നിലവിളിച്ചു. ഫാബിയൻ ഇത് സാധ്യമല്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു. ശസ്ത്രക്രിയാ മുറിയിൽ കാർലോസിൻ്റെ വസ്ത്രങ്ങൾ മാറ്റിയപ്പോൾ ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെട്ടു. കാർലോസ് പുരുഷനല്ല, സ്ത്രീയാണ്. കാർലോസ് അത് സമ്മതിച്ചു. എൻ്റെ യഥാർത്ഥ പേര് കാർല, ഞാനൊരു സ്ത്രീയാണ്. ഇത് ആരും അറിയരുത്. ഡോക്ടർ ഫിലിപ്പ് ഞെട്ടിയെങ്കിലും പ്രസവമെടുത്തതിനാൽ വേഗത്തിൽ പ്രവർത്തിച്ചു. കാർലയോട് പരിശ്രമിക്കാൻ പറഞ്ഞു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ 2 കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മുറിയിൽ മുഴങ്ങി. ഇരട്ട കുഞ്ഞുങ്ങൾ. ആശുപത്രിക്ക് പുറത്ത് ഫാബിയൻ പൂർണ്ണമായും കുഴങ്ങിയിരുന്നു. അവൻ്റെ സുഹൃത്ത് സ്ത്രീയായിരിക്കുകയും കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും ചെയ്യുന്നത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് സൈനിക ഉദ്യോഗസ്ഥരായ വലേറിയും ടോമസും ആശുപത്രിയിലെത്തി. അവർ ദേഷ്യത്തോടെ ഫാബിയനോട് ചോദിച്ചു, കാർലോസ് എവിടെ? ഫാബിയൻ പറഞ്ഞു, അവൻ ശസ്ത്രക്രിയാ മുറിയിൽ. അവർ ഫാബിയന്റെ വാക്കുകൾ കേൾക്കാതെ മുറിയിലേക്ക് ഓടി. അപ്പോൾ ആശുപത്രി വാതിക്കൽ ഒരു പുരുഷൻ പ്രത്യക്ഷപ്പെട്ടു. കാർലോസിനെ പോലെ തന്നെ മെലിഞ്ഞ, മുഖത്ത് മുറിവുള്ള ഒരാൾ. അവൻ ഫാബിയനോട് ചോദിച്ചു, എൻ്റെ സഹോദരി എവിടെ? ഫാബിയൻ പൂർണ്ണമായും കുഴങ്ങി. ശസ്ത്രക്രിയാ മുറിയിൽ കാർല 2 കുഞ്ഞുങ്ങളെയും കൈവശം വെച്ച് ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ സഹോദരനെ അവർ കൊല്ലാൻ ശ്രമിച്ചു. അവനെ രക്ഷിക്കാൻ ഞാൻ അവൻ്റെ വേഷം കെട്ടി. ഞാൻ കാർല, അവൻ്റെ ഇരട്ട സഹോദരി. വലേറിയോയും ടോംസനും മുറിയിലേക്ക് ഓടിക്കയറി. പക്ഷേ കാർലയെ കണ്ട് ഞെട്ടി. അവർ വിചാരിച്ചത് കാർലോസിനെയാണ്. കാർല ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, നീ തേടുന്നത് ഞാനല്ല. അപ്പോൾ ഫാബിയനും യഥാർത്ഥ കാർലോസും മുറിയിലെത്തി. കാർലോസ് പറഞ്ഞു, നിന്റെ കളി കഴിഞ്ഞു. തെളിവുകൾ പോലീസിന് കൈവശമുണ്ട്. എല്ലാവരും ഞെട്ടി. കഥ മനസ്സിലാക്കാൻ കുറച്ച് മാസങ്ങൾ പിന്നോട്ട് പോകണം. കാർലോസ് ഒരു സൈനികനാണ്. ഒരു ദിവസം ടോംസിൻ്റെ ഓഫീസിൽ ഒരു രഹസ്യരേഖ കണ്ടു. അതിൽ വലേറിയോയും ടോംസനും സൈന്യത്തിൻ്റെ പണം മോഷ്ടിച്ച തെളിവുകളുണ്ടായിരുന്നു. കാർലോസ് ഇത് വെളിപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവർ അവൻ്റെ തലയിലടിച്ച് നദിയിലെറിഞ്ഞു. എന്നാൽ കാർലോസ് അത്ഭുതകരമായി പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കാർലോസ് തൻ്റെ ഇരട്ട സഹോദരിയായ കാർലയെ സമീപിച്ചു. കാർലയും സൈന്യത്തിൽ വേറെ സ്ഥലത്ത് ജോലി ചെയ്യുന്നു. അവർ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. കാർല കാർലോസിൻ്റെ വേഷം കെട്ടി അഴിമതിക്കാർക്കെതിരെ തെളിവുകൾ ശേഖരിക്കാൻ. കാർല മുടി മുറിച്ച് ശബ്ദം മാറ്റി കാർലോസിനെ പോലെ അഭിനയിച്ചു. ഓർമ്മ നഷ്ടപ്പെട്ടതായി നടിച്ച് തെളിവുകൾ ശേഖരിച്ചു. പക്ഷേ കാർല ഗർഭിണിയാണെന്ന് അവർക്കറിയില്ലായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കാർലയുടെ വയർ വലുതായി. എല്ലാവരും ഇതേത് രോഗമാണെന്ന് കരുതി. ഇത് ദഹന പ്രശ്നമാണെന്ന് പറഞ്ഞ് അവൾ അത് ഒഴിവാക്കി. ഫാബിയൻ കാർലയെ ഡോക്ടറെ കാണാൻ നിർബന്ധിച്ചു. പക്ഷേ കാർല മടിച്ചു. അവൾക്ക് തൻ്റെ ദൗത്യം പൂർത്തിയാക്കണം. ഒരു രാത്രി കാർല വലേറിയോയുടെ ഓഫീസിൽ രഹസ്യമായി കയറി തെളിവുകളുടെ ഫോട്ടോകൾ എടുത്തു. പക്ഷേ വലേറിയയും ടോംസനും അവിടെ എത്തി. ഈ ഓർമ്മ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് നുണയാണല്ലേ എന്ന് ദേഷ്യത്തോടെ ചോദിച്ചു. കാർല വേദനയിൽ പുളങ്ങിയെങ്കിലും മേശ തള്ളി ഓടി രക്ഷപ്പെട്ടു. ഫാബിയനെ കണ്ടപ്പോൾ എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോ എന്ന് പറഞ്ഞു. ഫാബിയൻ ഒരു കാറിൽ കാർലയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ കാർലയുടെ യഥാർത്ഥ ഐഡന്റിറ്റി വെളിവായി. അവൾ പ്രസവിച്ചു. വലേറിയോയും ടോംസനും എത്തിയപ്പോൾ യഥാർത്ഥ കാർലോസ് പ്രത്യക്ഷപ്പെട്ടു. കാർല ശേഖരിച്ച തെളിവുകൾ പോലീസിന് അയച്ചിരുന്നു. ഫാബിയന്റെ സഹായത്തോടെ വലേറിയോയും ടോംസനും പിടിക്കപ്പെട്ടു. അവർക്ക് ശിക്ഷ ലഭിച്ചു. കാർലോസ് സൈന്യത്തിൽ തിരികെ ഉയർന്ന പദവിയിലെത്തി.
കാർല തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി. സൈനിക ജീവിതം താൽക്കാലികമായി നിർത്തിയെങ്കിലും അവളുടെ ധൈര്യം എപ്പോഴും അവളോടൊപ്പം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു അസാധാരണ കഥ നീതിയും ധൈര്യവും വിജയിച്ച് അവസാനിച്ചു.